ഹേ ഗായ്സ്, എല്ലാവർക്കും നെവിൻ ഗെയിമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ഫസ്റ്റ് വേൾഡ് സീരീസ് പാർട്ട് 6 ആണ്. സോ ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ഞാൻ കുറച്ച് ഓവർ ബ്ലാങ്ക്സ് ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഗൈസ്, ഞാനപ്പോൾ സ്റ്റിക്ക് ഔട്ട് ആക്കാൻ പോവുകയാണ്. ഇന്നലെ നമ്മളിവിടെ നമ്മുടെ സ്റ്റോൺ ജനറേറ്ററിൻ്റെ പകുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഞാൻ ഇന്നലെ നെവിൻ ഗെയിമേഴ്സിൽ തന്നെയാണ് അടിച്ചത്. അത് ഞാൻ തന്നെയാണ് കേട്ടോ ഗൈസ്, അല്ലാണ്ട് വേറെ ആരൊന്നുമല്ല. ഓക്കെ, സോ നിങ്ങൾ എൻ്റെ ഇവിടെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ എൻ്റെ ടോർച്ച് ഇത്തിരി കൂട്ടി ഉണ്ടാക്കി. എനിക്ക് 8 ടോർച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു സ്ഥലത്ത് മൈനിങ്ങിനും പോയി, അതൊക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷേ ഒന്നും കിട്ടിയില്ലെന്ന് മാത്രം. പിന്നെ അവിടെ എന്നെ കുറച്ച് മറ്റേ ഡ്രോണേഴ്സ് ഇല്ലേ, മറ്റേ ആ സോംബി വെള്ളത്തിലാണ്, ആ സാധനം ഉണ്ടല്ലോ, അതിനെ കുറേ അറ്റാക്കൊക്കെ ചെയ്തു ഗൈസ്. ബൈത്തിൽ ചത്തില്ല. പിന്നെ ഞാനൊരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കി. നിങ്ങളിപ്പോൾ ഇതിൽ ജസ്റ്റ് ഓർത്തപ്പോൾ കണ്ടു കാണും. സ്റ്റോറേജ് ഏരിയ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പറഞ്ഞപ്പോഴേ ഓർത്ത് ഞാൻ ബോട്ട് കൊണ്ട് തിരിച്ചു വെച്ചില്ല. അപ്പോഴത്തേക്ക് ഞാൻ പോയി മൈൻ ചെയ്യാൻ തീരുമാനിച്ച്. കുറച്ച് ലാഭം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഒന്ന് ആലോചിച്ച്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒന്ന് ഒപ്പിക്കാം. അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് പോയി കുറച്ച് മൈൻ ചെയ്യണം. ഞാൻ അടിയിലോട്ട് മൈൻ ചെയ്ത്, അതായത് ഇന്നലെ അങ്ങോട്ട് മൈൻ ചെയ്ത പോലെ എനിക്ക്, പക്ഷേ അവിടെ എനിക്ക് റീച്ച് ആവില്ല, അവിടെ ഓഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അവിടുത്തെ പോലെ തന്നെ മൈൻ ചെയ്തെടുക്കാം. 2 ബ്ലോക്ക് ഇങ്ങനെ വെച്ച്. ഓക്കെ, ഇനി നമുക്ക് പണിയാൻ തുടങ്ങാം. ഒരു വേറെ പോലെ ബ്ലോക്കൊന്നും ഇല്ല. തീർന്നു പോയാ. ഒരു കോബസ്റ്റോൺ വെക്കാം. ഓക്കെ, ആയപ്പോഴത്തേക്കും നമുക്ക് നേരെ മൈൻ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് ആരംഭിക്കാം. ശേഷം ഞാൻ ഇവിടെ എളുപ്പം മൈൻ ചെയ്യാൻ എനിക്ക് ഇവിടെ നിന്നൊന്നും കിട്ടാറില്ല. നമുക്കിപ്പോൾ മസ്റ്റേർഡ് വേണ്ടത് അയണാണ്, ഇപ്പോൾ വേണ്ടത് ലാവയാണ്. ലാവ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാമ്പിൻ്റെ പരിപാടി, അതായത് സ്റ്റോൺ ജനറേറ്ററിൻ്റെ പരിപാടി റെഡി ആയിട്ട് കിട്ടും. ടോട്ടലി കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാണിപ്പോൾ മിക്കതായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ. വൈന്ന് കുറേ ആൻ്റെ സൈഡും കുറേ സ്റ്റോണും ഇതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റോണും പോരാ. ജസ്റ്റ് നമുക്ക് സിൽട്ടച്ച് ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ AFK ഫിഷ് ഫാം ഉണ്ടാക്കുന്നതിന് മുമ്പേ വല്ലതും ഉണ്ടാക്കി വെക്കുക. കുഴപ്പമില്ല. അത് ഞാൻ എന്താ സ്റ്റോൺ ഗൈസ്, അത് ഞാൻ പിക്കാക്സ് പുതിയത് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. നമ്മുടെ ഇതവിടെ ഇരിപ്പുണ്ട്, ഉണ്ടല്ലേ ക്രാഫ്റ്റിൻ്റെ കൂടെ. കുറച്ച് ദൂരം പോയച്ചാൽ മതി. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരെണ്ണം ഉണ്ടാക്കി വെക്കാം. ഇനി അതെടുത്ത് ഇവിടെ വെക്കാം. എന്നിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്നതാ, ഇത് കറക്റ്റ് ഇവിടെ കൊണ്ട് വെക്കാം. നമുക്ക് ഒരു പിക്കാക്സും കൈപ്പിടിച്ച് വെച്ചേക്കാം. ഇപ്പം എല്ലാം ശരി. ഇനി മൈൻ ചെയ്യാൻ തുടങ്ങാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം, ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് കൈ പിടിക്കണം. അത് കഴിഞ്ഞ് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ട് ഇവിടെ വെക്കണം. ശരി, ഇത് ഇവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ എന്നെ പരമാവധി ഞാൻ വെച്ചാൽ സ്റ്റോറേജ് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ സ്റ്റോറേജ് എന്ന് വെച്ചാൽ ഫോണിൻ്റെ സ്റ്റോറേജ് അല്ല, നമ്മുടെ മൈൻക്രാഫ്റ്റിലെ സ്റ്റോറേജ്. അപ്പോഴത്തേക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ, അതായത് എൻ്റെ കയ്യിൽ നേരെ നമുക്കുള്ള ഒരു ഒറ്റ വരി മാത്രമേ ഉള്ളൂ. നമുക്കൊരു 3 ബ്ലോക്കും കൂടി സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ടോർച്ച് വാങ്ങാം. ഇത് രാവിലായില്ലേ? ഒരു ശവലും കൂടെ ഉണ്ടാക്കി കൊണ്ടുപോയാൽ. ഒരു വുഡൻ ഷവല് വേണോ സ്റ്റോൺ ഷവല് വേണോ? വുഡൻ ഷവല് വേണ്ട, സ്റ്റോൺ ഷവല് തന്നെ കിടക്കട്ടെ, കുറച്ചും കൂടെ സ്പീഡ് കിട്ടും. ഓക്കെ, ശരിയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേഗം മൈൻ ചെയ്ത് ഇപ്പോൾ ഇവിടുത്തെ ഉള്ള ഈ സ്റ്റോൺ, ഇവിടെ സ്റ്റോൺ വന്നേക്കുന്നു. ഇതന്നെയാണ്
ഈ ഷവല് പൊട്ടണ പോലെ വേണം നമുക്ക് ഓരോ ബ്ലോക്ക് പിച്ചാച്ചുകൊണ്ട് പൊട്ടാൻ. അതിന് നമുക്ക് സ്റ്റിൽ ടച്ച് വേണം. വെള്ളപ്പോടാൻ കൂടത്തി കുറേ ഇത് കിട്ടുന്നുണ്ട്, കുറേ എന്താ പറയുക ഫ്ലിൻറ്റ് എൻ്റെ കയ്യിൽ 10 ആയിട്ടുണ്ട് ഗൈസ്. 10 16 15 കുറേ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അതുകൊണ്ട് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഏതെങ്കിലും വരുന്ന എപ്പിസോഡിൽ അത് ഉണ്ടാക്കണം. ഇതിപ്പോൾ ടോട്ടൽ 2ാമത്തെ വീഡിയോ ആണ് ഗൈസ്. ഈ ഒരു ഹാർഡ് വർക്കിന് നിങ്ങൾ എങ്ങനെയെങ്കിലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ തരും ഗൈസ്. കാരണം ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് അത്ര വലുതായിട്ട് ഇഷ്ടപ്പെടത്തില്ല. ഇതാ നമ്മൾ ക്രോപ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട്. കോപ്പർ വാട്ട് അയണും കിട്ടി. മൈ ഗുഡ്നെസ് എൻ്റെ ആഗ്രഹം പോലെ എനിക്കിത് അയൺ കിട്ടിയിട്ടുണ്ട്. കോപ്പറിൻ്റെ കൂടെ അയണും സന്തോഷകരമായി ഇത് 10 കൂടുതലൊക്കെ കാണുന്നില്ല. ഇത്ര പെട്ടെന്ന് ഒരു മിനിറ്റ് ഒരു അയൺ പൊട്ടിച്ച് എത്ര എണ്ണം കിട്ടും? 1 എണ്ണല്ലേ കിട്ടുള്ളൂ. പിന്നെ എങ്ങനെ എനിക്ക് പെട്ടെന്ന് 5 എണ്ണമായത്? നമുക്കിപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ ഇവിടെ അയൺ എടുത്ത് വാരാനുള്ള സമയമാണ് ഗൈസ്. ഈ അയൺ എല്ലാം ഞാനിന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഷീൽഡ് എല്ലാ സംഭവങ്ങളും ഞാൻ ഉണ്ടാക്കും. ഈ ഒരു അയൺ കൊണ്ടെല്ലാം തീർന്നു. ഗൈസ് ഞാൻ എപ്പോൾ മൈൻഡ് ചെയ്യാൻ ഇറങ്ങി അപ്പം ഇവിടെ മൈൻക്രാഫ്റ്റിൽ എന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്. ഇതന്നെ അങ്ങനെ. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 12 അയൺ കിട്ടിയിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നാലും വുഡ് പ്ലാങ്ക്സ് എടുത്തുകൊണ്ട് പോകുന്നത് ഇതൊരു കേവോ റിവീൻ എങ്ങാണ്ടാണ് ഗൈസ്. അല്ലെങ്കിൽ ഇങ്ങനെ ഡേർട്ട് വരാൻ സാധ്യതയില്ല. മാത്രമല്ല നമ്മൾ ഒത്തിരി താഴത്താണ് ഉള്ളത്. ഇവിടെ ഡേർട്ട് വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയോ ഒരു റിവീനോ എന്തുകൊണ്ട് ഏതോ കേവോ, അല്ലെങ്കിൽ ഇവിടെ സീ ആയതുകൊണ്ട് ഇവിടെ കൂടുതൽ സീ ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഇരുട്ട. നമുക്ക് ഒരു ഗോളായിട്ട് കിട്ടിയേക്കുന്ന ഇപ്പോൾ 12 അയണാണ്. പറയണ പോലെ ഞാൻ പോയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തോട്ട് പോയിട്ടേ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇത്ര ദൂരത്ത് കിടക്കുന്നു. ഞാൻ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചോണ്ടേ അവിടെ കൊണ്ട് വെക്കാം. അവിടെ വെച്ചാൽ നമുക്ക് അത്യാവശ്യ സമയത്ത് നമ്മൾ ആ ഭാഗത്തോട്ട് മൈനായി കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഡേർട്ടിൻ്റെ ആവശ്യം നമുക്കില്ല. എൻ്റെ ഷീൽഡ് ഓൾമോസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്, പൊട്ടാറായിട്ടുണ്ട്. ഒരു പിക്കാക്സ് ഒരു പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കി വെച്ചത്. അയ്യോ ഡബിൾ പിക്കാക്സ് ഉണ്ടാക്കി. എന്തായാലും നന്നായി. ഇനി ഈ ടോർച്ച് വെക്കാം. ഇനി എല്ലാം ഈ സാധനം എല്ലാം കൊണ്ട് ഞാനിങ്ങനെ പൊട്ടിച്ച് നായൻ എന്നോടുണ്ട്. ഇവിടെ എന്തുകൊണ്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതെല്ലാം ഇന്ന് നമുക്കിങ്ങനെ പൊട്ടിച്ചിട്ട് ഈ സൈഡെല്ലാം വാരി വലിച്ചെടുക്കാം ഗൈസ്. 1 മണിക്കൂർ മൈൻഡ് ചെയ്താൽ ഈ സ്റ്റോൺ അല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയാൽ അങ്ങനത്തെ പരിപാടിയാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ സീയാവാനും വഴിയുണ്ട് ഗൈസ്. അതാണ് ഇത്രയും കൂടെ. എനിക്ക് ലാവയാണ് മസ്റ്റായിട്ട് വേണ്ടത്. ഇങ്ങനെ 2 ബ്ലോക്ക് പൊളിച്ച് പോവുകയാണെങ്കിൽ മിക്കവാറും നമുക്കൊരു 2 പിക്കാക്സ് ഉണ്ടാക്കിയത് ഭാഗ്യം. ഇനി ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ എടുത്തുകൊണ്ട് പോകാം. അല്ലെങ്കിലേ നമ്മുടെ ഇവിടെ ഈ ക്രാഫ്റ്റിംഗ് ടേബിളും ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സമയത്ത് ക്രാഫ്റ്റ് വേണ്ടി വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറഞ്ഞ് ഓടേണ്ടി വരും. എൻ്റെ കോളൊന്നും കുഴപ്പമില്ല, എങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇതും കുറച്ച് ടോർച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ശരിയാക്കിയിട്ടുണ്ട്. ടോർച്ച് കൈ പിടിക്കുമ്പോൾ വെളിച്ചം കാണില്ല ഗൈസ്. എനിക്കിത് കണ്ടില്ലേ, അങ്ങനത്തെ പരിപാടി ഈ മൈൻക്രാഫ്റ്റ് എനിക്ക് കാണിച്ചു തന്നെ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഡിയോറൈറ്റ് ലെവലായ ഗൈസ്. ഞാൻ ഈ മൈൻക്രാഫ്റ്റിലെ ക്വിക്കസ്റ്റ് വേയിൽ കൂടെ, ക്വിക്കറ്റ് അല്ല സ്മാർട്ടസ്റ്റ് വേയിൽ കൂടെ മൈൻ ചെയ്യാനുള്ള ട്രിക്ക് എനിക്കറിയാം. 2 ബ്ലോക്ക് വെച്ച് മൈൻ ചെയ്ത് പോയാൽ മതി. പക്ഷെ നമ്മുടെ കൂടെ എക്സ്ട്രാ വേറെ വല്ല ബ്ലോക്ക് വേണം. അതെനിക്കിനി ഒരു
അതായത് ഇപ്പോൾ ഈ മൈനസ് ആയിക്കൊണ്ടിരിക്കുന്നില്ല ലാസ്റ്റത്തെ ഇതിൽ. പക്ഷേ 108 മൈനസ്, ആ മൈനസ് 12 ആകുമ്പോൾ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും. ലാപ്പിസ് 1 മിനിറ്റ്. ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടത്തെ ഒരു ബ്ലോക്ക്, ഇനി ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ നിന്നൊരു ബ്ലോക്ക് എടുക്കുക. ഓക്കെ, ഓക്കെ. അപ്പോഴത്തേക്ക് ഞാൻ ഈ -12 ആവുന്ന വരെ മൈൻ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഞാൻ കണ്ടുപിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. സോ ഗൈസ്, മൈൻ ചെയ്ത് മടുത്ത് ഗൈസ്. -12 കഴിഞ്ഞ് ഇപ്പോൾ മൈനസും ഇല്ല. ഇപ്പോൾ മൈനസല്ല 10 പൊസിഷനിൽ 109, 12 ഗൈസ്. എന്നിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. 23 അയൺ, 9 കോപ്പർ, 18 ലാപ്പിസ്, 25 കോള്, ഒരു ഫ്ലിൻറ്റ്, പിന്നെ കുറേ ബ്ലോക്കും. ഇത്ര ഐറ്റംസ് എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ വിചാരിച്ച ലാവെങ്കിലും എക്സ്ട്രാ ആയിട്ട് കിട്ടുമെന്ന് വെച്ചാൽ അതുപോലും കിട്ടിയില്ല. പിന്നെ ഇവിടെ അടുത്തെവിടെ ഉണ്ടായിട്ടൊരു കേവ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഒച്ച കേട്ടായിരുന്നു ഞാൻ. അപ്പോൾ ഈ മൈൻക്രാഫ്റ്റിലെ ഏറ്റവും വലിയ ക്വിക്കസ്റ്റ് വേയിൽ കൂടെ ഞാൻ മൈൻ ചെയ്യാൻ പോകണം ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണെന്ന്. ഇനി നമ്മളിതാ ഇവിടെ ഒരു 5-6 ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ച് പോകണം. നേരെ അടിയിലോട്ട്, കറക്റ്റ് ഒന്നും നോക്കണ്ട. ഇതാണ് ഗൈസ് ഈ മൈൻക്രാഫ്റ്റിലെ ക്വിക്കസ്റ്റ് വേ. മൈൻ ചെയ്ത് പോകാൻ പറ്റിയ ക്വിക്കസ്റ്റ് വേ എന്ന് പറയുന്നത്. ബെഡ്റോക്ക് ലെവൽ വരെ ഞാൻ എന്തായാലും ഇങ്ങനെ മൈൻ ചെയ്ത് പോകും ഗൈസ്. എൻ്റെ ആവശ്യത്തിൽ കൂടുതൽ ബ്ലോക്ക് ഇരിപ്പുണ്ട്. കയ്യിൽ കുറച്ച് ടോർച്ച് കരുതി വെക്കുക. നേരെ മേലോട്ട് കയറി പോകാനുള്ളതാണ്. ഇത്രയും ബ്ലോക്ക്സ് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഓക്വുഡ് പ്ലാങ്ക്സ് തീർന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഈ സൈഡിൽ നിന്ന് എന്തായാലും ഞാൻ എടുക്കും. ഈ ഡയമണ്ട് കാണാം. ഇത്ര റീച്ച് ആവുന്ന അത്രയും ഞാൻ അടിയിലത്തെ ലെവലിൽ മൈൻ ചെയ്ത് പോയിട്ട് ഡീപ് സ്ലാറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ടോർച്ച് വെക്കുക. അയ്യോ വെട്ട്. അയൺ പിക്കാക്സും കൂടെ എടുത്തോണ്ട് വരായിരുന്നു, പക്ഷെ അയൺ പിക്കാക്സ് ഞാൻ എടുത്തില്ല. ഓക്കെ, ഓക്കെ. ബ്ലോക്കിൻ്റെ ഹൈറ്റ് നിങ്ങൾ കണ്ടോ? കഷ്ടപ്പാട്ട് മൈൻ ചെയ്തുകൊണ്ട് അവസ്ഥയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ ക്രിയേറ്റീവിലൂടെ ഞാൻ പുറത്തിറങ്ങുന്നത്. 23 അയൺ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അയൺ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ലാഭം കിട്ടിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ബ്ലോക്കിൽ തന്നെ മൈൻ ചെയ്ത് പോകാം. പക്ഷെ അതാണ് ഏറ്റവും വലിയ മണ്ടത്തിനെന്ന് പറഞ്ഞാൽ, നമ്മൾ ലാവൽ എവിടെ എങ്ങാനാണ് വരുന്നതെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതെല്ലാം കത്തിപ്പോയി. സമയം വേസ്റ്റ് ചെയ്യാതിരിക്കാനും പിന്നെ നിങ്ങളെ മടുപ്പിക്കാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ പോസ് ചെയ്തിട്ട് മൈൻ ചെയ്ത. അന്നേരമാണ് എനിക്ക് ഇത്ര ഐറ്റംസ് കിട്ടിയത്, ഒരു യൂസും ഇല്ലാത്ത ഐറ്റംസ്. പിന്നെ ആ അയണും ഇതൊക്കെ യൂസ് ഉള്ളതാണ്. അത് 2 പ്രാവശ്യം ഞാൻ ഫൈൻഡ് ചെയ്ത്. ആദ്യത്തെ പ്രാവശ്യം 10 കിട്ടി, പിന്നെയും 10 കിട്ടി. ലാസ്റ്റ് പിന്നെ 10 അല്ല, പിന്നെ പോകുന്ന വഴിക്ക് 5 കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം 8 കൂടെ കിട്ടി. അങ്ങനെയാണ് ഗൈസ് ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന അയൻ്റെ കഥ. ആ ഒരു കോവളുടെ ഡീപ് സ്ലാറ്റി, പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന വേറെ പിക്കാക്സ് ഇരിപ്പില്ല. അടിപൊളി. വേറെ പിക്കാക്സ് ഇരിപ്പില്ല ഗൈസ്. പെട്ട്
അല്ലെങ്കിൽ ഒരു ബ്ലോക്കും ഇല്ലാണ്ട് എനിക്ക് പോകാനറിയാം. വാട്ടർ ബക്കറ്റ് ചത്തുന്നാണ്. ഒരു ക്രാഫ്റ്റ് ഒരേ ഒരു പിക്കാക്സ് ഉണ്ടാക്കി. നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം ഇനി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി ഞാൻ നാളെയും ചെയ്യും ഗൈസ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബ്ലോക്ക് വെച്ചിട്ട് താഴത്തോട്ട് ഞാൻ പോകും. കുറച്ച് ലാഡർ ഉണ്ടാക്കാനായിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ വുഡ് പ്ലാങ്ക്സും വെച്ചിട്ട് ഞാൻ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് അടുപ്പിച്ച് ഇനിയിപ്പോൾ ലാഡർ ഉണ്ടാക്കി വെക്കണം. അയ്യോ 30 ലാഡറേ ഉള്ള. അത് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ സന്തോഷം ഉണ്ടായേനെ. ഇത്ര ഐറ്റംസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിനി വീട്ടിൽ പോയി സർവൈവ് ചെയ്യുന്നതാണോ നല്ലത്, ഇപ്പോൾ ബെഡ് വെച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുന്നതാണോ നല്ലത്? ഇതെൻ്റെ ആദ്യമായിട്ടുള്ള ഇതാട്ടോ ഗൈസ്. മൂന്ന് വിക്കാക്സ് ഞാൻ മൂന്നിൽ കൂടുതൽ വിക്കാക്സ് എനിക്ക് ആവശ്യം ഉണ്ടായിട്ട് വരുന്നു. എനിക്ക് ഒറ്റമായിട്ട് കിടക്കുന്ന ബ്ലോക്ക് ആയിരിക്കുമല്ല. എന്ത് ബ്ലോക്കാ? ടഫാ. ടഫ് എന്ന് പറഞ്ഞ ബ്ലോക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഇവിടെ ഇരുട്ടാണ്. അപ്പോൾ ഇത്തിരി ടോർച്ച് വേണം. ടോർച്ച് വെച്ചപ്പോൾ ഇവിടെ എന്നോണ്ട് ക്ലൂവും കിട്ടി. ഇത് തന്നെയാണ് ഡയമണ്ട് വല്ലതാണോ? റെഡ് സ്റ്റോൺ! യെസ്, റെഡ് സ്റ്റോൺ കിട്ടി ഗൈസ്. യെസ്, ചമ്മി. ഒരു ഫർണസ് ഉണ്ടാക്കി അതെടുത്ത് ഇവിടെ വെച്ച് പണി കിട്ടിയ ഈ ഒരു അയണും ഇങ്ങോട്ട് വെച്ച് ഈ ഒരു ബ്ലഡ് ബ്ലാങ്ക്സ് ഇങ്ങോട്ട് വെച്ച് സ്മെൽറ്റ് ചെയ്തിട്ട് അതെടുത്ത് കൈ പിടിച്ചിട്ട് ഓക്കെ 2 സ്റ്റിക്കും കൂടെ സ്മെൽറ്റ് ചെയ്ത് വെക്കാം. രണ്ടാമത് ഞാനിപ്പോൾ പിക്കാക്സിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നില്ല. ഒരു പ്രാവശ്യം ലാഡർ കത്തിപ്പോയി. ഒരു ലാഡർ എനിക്ക് കത്തിക്കേണ്ടി വരും. ഐറ്റംസ് ഒന്നും ഇല്ല ഇനിയിപ്പോൾ വെക്കാനായിട്ട്. എൻ്റെ റെഡ് സ്റ്റോൺ ഇങ്ങ മാടാ മോനെ. അങ്ങനെ സ്റ്റിക്കും ഇല്ലാണ്ടായി. ഓക്കെ, ഇനി എനിക്ക് വേറെ ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ വാട്ടർ ബക്കറ്റ് വെച്ച്
ഓക്കെ, ഇനി നമുക്കിതെല്ലാം കൊണ്ട് ഇഷ്ടം വരെ മൈൻഡ് ചെയ്യാൻ പറ്റിയ സന്തോഷം. അയ്യോ എടോ വെട്ട്. അയ്യോ ഇതിപ്പോൾ പുറത്തിറങ്ങണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഗൈസ്. ഇതെന്നാ അയ്യോ ഞാൻ കുറച്ച് ഫുഡ് അടിക്കട്ടെ. എൻഡിങ് പറയാനൊന്നും ആയിട്ടില്ല ഗൈസ്. ഇപ്പോൾ എടുത്തുനിന്ന് റിച്ചോർഡായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാനത് പിന്നെ പോയി മൈൻഡ് ചെയ്തോളാം ഗൈസ്. ഈ വെള്ളം ഇപ്പോൾ സേഫ് ലാൻഡിങ്ങിന് കിടന്നോട്ടെ. ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു ടോർച്ച് വെച്ചിട്ട് ഇതിങ്ങനെ പൊട്ടിച്ച് ഗൈസ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ് അപ്പോഴത്തേക്കും നമ്മൾ ഇത്രയും നേരില്ല. ഇപ്പോൾ എനിക്കിതാ ഞാൻ കുറേ നേരം ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് മൈൻഡ് ചെയ്ത് അപ്പോൾ 3 ഞാൻ അവിടെ വെച്ചിരുന്ന് കുത്തി ഞാൻ സ്മെൽറ്റ് ചെയ്ത്. ഇവിടെ ഇപ്പോൾ നൈറ്റാണ് ഗൈസ്. രാവിലെ ആകുമ്പോൾ എന്നിങ്ങനെ പറയാം ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കുത്തിയിരുന്നു ഗൈസ്. എന്നിട്ട് കുറേ നേരം ലാഡർ ഞാൻ ട്രിക്ക് ചെയ്ത് ഇപ്പോൾ ഞാൻ ബ്ലോക്കൊക്കെ വെച്ചിട്ട് കയറിയാണ് ഗൈസ് ഞാൻ വന്നത്. ഇനിയിപ്പോൾ ആ വെള്ളം ഒന്നും കൂടെ എടുക്കണം. അന്ന് ഇറങ്ങി പോരാൻ നേരത്ത് വേണം എടുക്കാനായിട്ട്. പിന്നെ എൻ്റെ സ്റ്റോറേജ് ഇനിയിപ്പോൾ ഒന്ന് വീട് ചെന്ന് കുറയ്ക്കണം. എൻ്റെ ഒരു സ്റ്റാക്ക് വുഡ് മുഴുവൻ ഞാൻ ലാഡർ ഉണ്ടാക്കി തീർത്ത്. 4 വുഡ് ഇപ്പോൾ തൽക്കാലത്തേക്ക് കിട്ടി. ഇനിയിപ്പോൾ എനിക്ക് പുതിയ സാധനങ്ങളിലോട്ട് അപ്ഗ്രേഡ് ആവാനായിട്ട് പറ്റും. അപ്പോൾ കുറേ കോബൽ സ്റ്റോണൊക്കെ കിട്ടും. കോബൽ സ്റ്റോൺ ജനറേറ്റിൻ്റെ ആവശ്യം ഇനിയിപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഇതാണ് ഗൈസ് ഇപ്പം എൻ്റെ കയ്യിൽ കിടക്കുന്നത്. പിന്നെ ടോഫി എന്നൊക്കെ പറഞ്ഞിട്ട് ടഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോണ്ട് ബ്ലോക്കും കുറേ കിട്ടി. അയ്യോ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഐറ്റംസ് ഉണ്ട്. എൻ്റെ സൈറ്റ് എന്തോരൊക്കെയാണോ കിടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ കുറച്ച് ഡീപ് ഫ്ലാറ്റ് ഉണ്ടാക്കാം. നമുക്കിനിപ്പോൾ ഈ ഒരു ഡീപ് ഫ്ലാറ്റ് വെച്ചിട്ട് എനിക്ക് അവിടെ ഒന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ പുതിയ പിക്കാക്സ് കൂടെ ഒരെണ്ണം ഉണ്ടായിട്ടിരിപ്പുണ്ടായിരുന്നു. എൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ നാളെ ഇടുന്നതായിരിക്കും. ഞാൻ കുറേ നേരം ഇരുന്ന് കഴിച്ചു. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാനിത് കളിക്കുന്നില്ല. ഞാൻ ഇതും കൂടെ വെച്ചിട്ട് അതായത്
ഈ ഒരു ഡീപ് സ്ലാറ്റും കൂടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യാൻ പോവാണ്. സോ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ വരാം. സോ എല്ലാവർക്കും ബൈ.